ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ ഇല്ല കേട്ടോ, 1 കിലോയുടെ അടുത്ത് ചിക്കനാണ്. അത് ഞാൻ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ചതച്ചെടുത്താണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഇടികല്ലിൽ ചതച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ ചതക്കാതെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചതക്കാതെ എടുക്കുന്നത് കേട്ടോ. അടുത്തത് കറിവേപ്പിലയാണ് കേട്ടോ. 4-5 ഇല്ലി കറിവേപ്പിലയും പിന്നെ അതുപോലെ ഈ നീളത്തിലുള്ള ഈ ഇലയും ഞാൻ എടുക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. ഇത് സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചേരുവ, ചിക്കൻ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ചേരുവ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റിൽ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്ത് ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കർ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. കരിയരുത്. തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഉലുവ ഇടാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് പാകത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഉള്ളി ഒന്ന് ഒരു സിമ്മിലിട്ടിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെക്കണം. ഈ വലിയ ഉള്ളി ഒന്ന് വാടണം കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുകയാണ് കുക്കർ. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് എണ്ണയിൽ കിടന്നിട്ട് ആ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ. ചിക്കൻ്റെ ഒരു മണം. ഉലുവ ഇട്ടാൽ തന്നെ ചിക്കനിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉലുവയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിക്കന്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൻ്റെ ഭയങ്കര ഒരു സ്മെല്ല് വരും. അതിനുശേഷം ഞാൻ ഇവിടെ കറിവേപ്പില ഉണ്ടല്ലോ, ആദ്യം ഊരി വെച്ച് കറിവേപ്പിലയൊക്കെ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും പിന്നെ തൊലി കളഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ ഒരു തക്കാളി ഉണ്ടായിരുന്നു. തക്കാളി വേണമെങ്കിൽ 1-2 ചേർത്ത് കൊടുക്കാം. പുളി വേണ്ടവർക്ക് 3 വീതം ഇത് 3 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളിയേ ഉള്ളൂ, അതുകൊണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ സ്പെഷ്യൽ ഇല ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കറിയിലേക്ക് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ലോണം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഒരു തക്കാളി ഒന്ന് വാടി വരുന്ന സമയം ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കർ അടച്ചു കൊടുക്കുക കേട്ടോ.
തക്കാളി ഇട്ടതിന് ശേഷം ആ തക്കാളി വേവുന്ന സമയം വരെ കുക്കർ ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ അടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കുറച്ചുകൂടെ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ടീസ്പൂൺ കണക്കാക്കിയിട്ടൊന്നല്ല ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഞാൻ ഏകദേശം ഈ കുപ്പി കൊണ്ടൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. അറിയാത്തവർക്ക്, കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എരിവ് നല്ലോണം വേണ്ടവർക്ക് ഒരു 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ അധികം കുട്ടികൾക്ക് എരിവ് വേണ്ട, അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറ് മുളക്, ഇത് കാശ്മീരി മുളകും നമ്മുടെ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ഒരുമിച്ച് പൊടിപ്പിച്ചെടുത്താണ് കേട്ടോ. ഞാൻ കഴുകി ഉണക്കിയിട്ട് ആ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചിക്കൻ്റെ മസാലകളൊന്നും ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു മസാലക്കൂട്ട് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ മസാലകൾ ഉപയോഗിച്ചിട്ടാണ് ചേർക്കാറുള്ളത് കേട്ടോ. ഇനി അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും കൂടി പോകരുത് കേട്ടോ. മഞ്ഞളിൻ്റെ കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ 1/2 ടീസ്പൂണിൽ കൂടരുത് കേട്ടോ. കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്തത് ഞാൻ ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എണ്ണയിൽ കിടന്ന് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് അടുത്ത ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് സാധാരണ അധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട, ചിക്കനിലേക്ക് അധികം ഇട്ട് കൊടുക്കണ്ട. ബീഫിലേക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ കുറച്ചതാ ഒരു ടീസ്പൂൺ മുഴുവല്ല, ഒരു 1/2 ടീസ്പൂൺ, ഏകദേശം 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ നല്ലോണം സിമ്മിലാക്കി കൊടുക്കണം. എന്നിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ അങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പ് ഇതൊന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് ലേശം ഒരിത്തിരി ഉപ്പും എടുത്തിട്ട് മസാല കൂട്ടി വെച്ചതാണ്. അത് ഞാൻ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കർ ഒന്നിച്ചെടുത്തിട്ട് കുടഞ്ഞു കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പം ഇത് വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ കറിയിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ, ചിക്കൻ കറിയിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഞാൻ 1 കപ്പ് വെള്ളം വെറുതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത്രയൊന്നും വെള്ളം ആവശ്യമില്ല. കറിയായിട്ട് വേണമെങ്കിൽ, എൻ്റെ മക്കൾക്ക് കറി വേണ്ടി വരും. അപ്പോൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴും കറി വേണമല്ലോ. അപ്പോൾ ഞാൻ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പില്ല, 1/2 കപ്പിനേക്കാളും കുറച്ചുകൂടി കുറവാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. എന്നാലും കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ആവണ്ട. ഇനി കറി വെന്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. 1/2 ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് കുക്കർ ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. നേരത്തെ ഞാൻ വിസിൽ ഊരി മാറ്റിയിരുന്നല്ലോ. അപ്പോൾ ആ വിസിൽ ഞാൻ ഇപ്പോൾ 4 വിസിലടിച്ചിട്ട് നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഒന്ന് നോക്കുമ്പോൾ അടിപൊളി ചിക്കൻ റെഡി ആക്കി കേട്ടോ.
ചിക്കൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് മാറി ചിക്കൻ്റെ മണം കളർ കണ്ടില്ലേ? അതിൻ്റെ മുളക് പൊടീൻ്റെ കളറാണത്. കണ്ട അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ ഒരിത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സെർവിങ് ഡിഷ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക്. കഴിച്ച് നോക്കിയപ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ? സൂപ്പർ ടേസ്റ്റി.